മനസ്സ് മരവിച്ചു പോകുന്നതുകൊണ്ട് മാത്രം തുടർന്ന് വായിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടോ? വായിക്കുന്ന ഓരോ വരികളും അക്ഷരങ്ങളും നെഞ്ചു തുളച്ച് എവിടെയൊക്കെയോ ചില മുറിവുകൾ മാത്രം ഉണ്ടാക്കി കടന്നു പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാകല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അത്തരം ചില വിരളമായ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഇറാഖി വനിതയായിട്ടുള്ള നാദിയ മുറാദ് എഴുതിയ അവസാനത്തെ പെൺകുട്ടി എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ ഒരു കവർ പേജാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിന്റെ ഒരു കിൻഡിൽ എഡിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവസാനത്തെ പെൺകുട്ടി ഓർ ദ ലാസ്റ്റ് ഗേൾ. തീവ്രവാദമെന്നും യുദ്ധങ്ങളെന്നും പീഡനങ്ങളെന്നുമെല്ലാം കേട്ടുകേൾവി മാത്രമുള്ള ഭൂരിപക്ഷം വരുന്ന നമ്മളെ പോലുള്ള ജനതയ്ക്ക് നാദിയെയും അവരെ പോലെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിതങ്ങളും ഒരു നടുക്കത്തോടെ അല്ലാതെ കേട്ടിരിക്കാൻ കഴിയില്ല. വിദേശ രാജ്യങ്ങളിൽ ജനങ്ങളുടെ നെഞ്ചിൽ നിറയൊഴിച്ചും സ്വാതന്ത്ര്യത്തെ പിടിച്ച് ചാക്കിലാക്കിയും അധികാരത്തിലേറുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെയും താലിബാനെയും എല്ലാം നോക്കി ഇവിടെ നിന്നും കൈയടിക്കുന്ന മനുഷ്യർ ഒരു നിമിഷമെങ്കിലും കേട്ടിരിക്കേണ്ട ജീവിതങ്ങളാണിവ. ജനിച്ചു വളർന്ന നാടും വീടും മറ്റാരോ തോക്കു ചൂണ്ടി സ്വന്തമാക്കുക. ചെറുപ്പം മുതൽ കൂടെ കളിച്ചു വളർന്ന സഹോദരങ്ങൾ ഉൾപ്പെടെ വീട്ടിലെ സകല പുരുഷന്മാരെയും കൺമുന്നിൽ വെച്ച് കൊന്നുകളയുന്നതും പ്രായമായവരെ മുതൽ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ലൈംഗിക അടിമകളാക്കി വിൽക്കുകയും സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് വരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നത് കാണേണ്ടി വരികയും എന്തിന് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുക. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൂട്ടബലാത്സംഗം പോലെയുള്ള അതിഭീകരമായ ശിക്ഷകൾ നേരിടേണ്ടി വരിക. അവസാനം ആരുടെയൊക്കെ കാലിനടിയിൽ ഒരു ലൈംഗിക അടിമയായി മാത്രം കഴിഞ്ഞ് മരിക്കേണ്ടി വരികയും ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ജീവിതം. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ദുരിതപൂർണമായിട്ടുള്ള ജീവിതം തീവ്രവാദം കൊണ്ട് ലോകത്താകമാനം അനുഭവിക്കേണ്ടി വരുന്നത്. തീവ്രവാദം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മത തീവ്രവാദം. കാരണം ഇതിന്റെ എല്ലാം അടിസ്ഥാനം മതമാണ്, മതം മാത്രമാണ്. ഒരു വശത്ത് ലോകത്തിലെ മുഴുവൻ ആളുകളെയും തന്റെ മതത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ, മറുവശത്ത് മറ്റൊരു മതത്തിൽ ജനിച്ചുപോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ കയ്യിൽ നിന്നും ദുരിത ജീവിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യർ. മതമല്ലാതെ മറ്റെന്താണ് ഇവിടുത്തെ പ്രശ്നം? നാദിയെ പോലെയുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുപക്ഷെ ഇസ്ലാമിലെ സുന്നി വിഭാഗത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ, തോക്ക് ചൂണ്ടുമ്പോൾ തന്നെ മതം മാറാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങളൊന്നും തന്നെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇസ്ലാം സമാധാനം മാത്രമാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. ഇസ്ലാം മാത്രമല്ല, ലോകത്ത് ഒരു മതങ്ങളും സമാധാനമോ സഹിഷ്ണുതയോ പ്രദാനം ചെയ്യുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നാദിയെയോ നാദിയെ പോലെയുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളെയോ ലക്ഷക്കണക്കിന് മനുഷ്യരെയോ എന്തിന് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുസ്തകം പോലുമോ ഉണ്ടാവില്ലായിരുന്നു. ഭീകരർക്കിടയിൽ മാറ്റി വിൽക്കപ്പെട്ട് പീഡനങ്ങൾ മാത്രം അനുഭവിച്ച് ഇവരുടെയൊക്കെ കാലിൻ ചുവട്ടിൽ കടന്ന് മരിച്ചു പോകേണ്ട ഒരു ജീവിതം മാത്രമായിരുന്നു നാദിയുടേത്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇവരുടെയൊക്കെ കൈപ്പിടിയിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെടുക മാത്രമല്ല, അവർ ചെയ്ത ക്രൂരതകൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഈ ക്രൂരതകൾക്കെതിരായി നിയമ പോരാട്ടം നടത്തുകയും ഇന്നും നിരവധി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കൂടി ചെയ്യുന്ന വ്യക്തിയായാണ് നാദിയ മാറിയത്. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഭീകര സംഘടനകൾ ലോകത്താകമാനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും കണ്ണിൽ ചോരയില്ലാത്ത കുറ്റകൃത്യങ്ങളും ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒന്നാണ് നാദിയയുടെ അവസാനത്തെ പെൺകുട്ടി എന്ന പുസ്തകം. പിന്നീട് 2018 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കൈവരിക്കുന്നതിന് വഴിയൊരുക്കിയതും ഈ ഒരു പുസ്തകം തന്നെയായിരുന്നു. പുസ്തകത്തിന്റെ സഹ എഴുത്തുകാരിയായിട്ടുള്ള ജന്ന ക്രാജിസ്കയുടെ പേരും വിസ്മരിക്കാനാവാത്തതാണ്. മതങ്ങൾ പറയുന്ന കെട്ടുകഥകൾ വിശ്വസിച്ച് അന്യമതത്തിലുള്ളവരെ കൊല്ലാനും വെട്ടാനും ഒക്കെ നടക്കുന്നവർ ഒരു നേരമെങ്കിലും ഇല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും വായിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവിതം തന്നെയാണ് നാദിയ മുറാദിന്റേത്. അങ്ങനെ ഒരു ജീവിതം പുസ്തക രൂപത്തിൽ അവസാനത്തെ പെൺകുട്ടി എന്ന പേരിൽ നമുക്ക് ലഭിക്കുമ്പോൾ പിന്നെ എന്തിനാണ് മടിക്കുന്നത് വായിച്ചിരിക്കാനായിട്ട്? അപ്പോൾ മുഴുവൻ ആളുകളും ഈ ഒരു പുസ്തകം വായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.